നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്ര. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലാണ് വാഹനാപകടം ഉണ്ടായത്. ഗുരുവായൂർ സ്വദേശി ശ്രീനാഥ്, ശരത് മേനോൻ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളുമാണ് മരിച്ചത്. ആംബുലൻസിൽ സഞ്ചരിച്ച രോഗി ഉഷ, ഡ്രൈവർ ശിവദാസ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് നിന്നും മംഗളൂരിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും മംഗലാപുരം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കടുത്ത ചൂട് കാർഷിക ക്ഷീര മേഖലകളിലും കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. വിളകൾ കരിഞ്ഞു പോവുകയും ഉൽപാദനം കുറയുകയും ചെയ്തതോടെ കർഷകർ പ്രതിസന്ധിയിലായി. തോട്ടമേഖലയിൽ ഉൽപാദനത്തിൽ 25 മുതൽ 50% വരെയാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ വ്യാഴാഴ്ച താറാവുകളെ കൊല്ലും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വാർഡ് 9 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 6777 വളർത്തു പക്ഷികളെയാണ് വ്യാഴാഴ്ച കള്ളിങ്ങിന് വിധേയമാക്കുന്നത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 53,455 വളർത്തു പക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കിയത്. കർണാടക BJP എക്സ് ഹാൻഡിലിൽ പ്രസിദ്ധീകരിച്ച മുസ്ലിം വിരുദ്ധ വിദ്വേഷ വീഡിയോ ഉടനടി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മെയ് 4 വൈകിട്ട് BJPയുടെ എക്സ് ഹാൻഡിലിൽ വിദ്വേഷ വീഡിയോ പങ്കുവച്ചു. മതസ്പർദ്ധ വളരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വീഡിയോക്കെതിരെ കർണാടക കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ടിപ്പർ ലോറിക്ക് തീപിടിച്ചു. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് പാറക്കല്ല് കൊണ്ടുപോവുകയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. വാഹനത്തിന്റെ എഞ്ചിനാണ് തീപിടിച്ചത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ അരുൺ വാഹനം നിർത്തി പുറത്തിറങ്ങി. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും തീ പെട്ടെന്ന് ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് കഴക്കൂട്ടം സ്റ്റേഷനിലെ 2 ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പുറകിൽ വന്ന വാഹനത്തിലെ യാത്രക്കാർ കാറിൽ നിന്നും പുക ഉയരുന്ന വിവരം ഡ്രൈവറെ അറിയിക്കുകയായിരുന്നു. ഡ്രൈവർ പുറത്തിറങ്ങിയ ഉടൻ കാറിൽ മുഴുവൻ തീ പടർന്നിരുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി തകഴി എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സുധാകരൻ KPCC പ്രസിഡന്റായി നാളെ ചുമതലയേൽക്കും. സുധാകരന്റെ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ചുമതലയേൽക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. വിവാദം അവസാനിപ്പിക്കാൻ IIC ഇടപെടുകയായിരുന്നു. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരേണ്ട കാര്യമില്ലെന്നും പോയി ഒപ്പിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്കൂട്ടറിൽ ടിപ്പർ ഇടിച്ച് യുവതി മരിച്ചു. തിരുവനന്തപുരം പെരുമാതുറ സ്വദേശി റുക്സാനയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് അപകടം. കണിയാപുരത്ത് നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് ബന്ധുവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു യുവതി. സ്കൂട്ടറിനെ മറികടക്കാൻ ടിപ്പർ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത്.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.